സൂപ്പർ അതെങ്ങനെ ഈ ആൽബം ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഇറക്കുന്നത്? ആൽബത്തിന്റെ പേരാണ് സൂപ്പർ ആട്ടോ. സൂപ്പർ അങ്ങനെയൊക്കെ പേരിടാൻ പറ്റും. പേരിടാം. അഥവാ ഈ ആൽബം പൊട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർ പറയുമല്ലോ ദേവാനന്ദന്റെ ആൽബം സൂപ്പർ ആട്ടോ. ബ്രില്യൻസ് ഭയങ്കരം തന്നെ, ഭയങ്കരം തന്നെ കേട്ടോ. ഒരു കാര്യം മോനേടാ, ഇതങ്ങോട്ട് മാറ്റി സൂക്ഷിച്ചു വെച്ചേക്കണം കേട്ടോ. എന്തോ ഈ പൊട്ടുന്ന സാധനം മാറ്റിക്കേ. പൊട്ടുന്ന സാധനം എന്റെ അടുത്ത പുതിയ ആൽബത്തിന്റെ വരികളാണത്. അതാ പറഞ്ഞ പൊട്ടുന്ന സാധനം എടുത്ത് മാറ്റി വെക്കാൻ. ആവശ്യമില്ലാത്ത അനാവശ്യം പറയരുത്. അതിന് പേര് പോലും ഇട്ടിട്ടില്ല. പേരിട്ടിട്ടില്ല. എന്റെ ദൈവമേ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പുതിയൊരു ആൽബത്തിന് പേരിടുക എന്നുള്ളത്. നിനക്ക് എന്തിന്റെ കൊഴുപ്പാ? ബ്രാക്കറ്റ് പണത്തിന്റെ കൊഴുപ്പൊന്നിടാം. പപ്പ ഉണ്ടാക്കിയിട്ടിരിക്കും. ഒന്നാമതിന് പേരല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ആൽബത്തിന് ആരാ പാട്ട് പാടുന്നത്? എനിക്ക് ഈ എസ് പിയെ കൊണ്ട് പാടിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്തിന് എസ് പിയെ കൊണ്ട് പാടിപ്പിക്കും? നമുക്ക് വേണേ ഐ ജിയെ കൊണ്ട് പാടിപ്പിക്കാലോ. വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ വാതിലേക്ക് സെക്യൂരിറ്റിയെ കൊണ്ട് പാടിപ്പിക്കാലോ. ഒന്നും വേണം. ഞാനൊരു എഴുത്തെഴുതുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഇവിടെ പാട്ട് പാടും. അറിയോ? എടാ ഞാൻ പറഞ്ഞത് എസ് പി ബാലസുബ്രഹ്മണ്യം. അയ്യോ, പുള്ളിക്കാരൻ ലെജൻഡ് അല്ലായിരുന്നോ? പുള്ളി ദിവംഗതനായി പോയില്ലേ. ഇനി നമ്മൾ എങ്ങനെ ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഞാൻ വേണമെങ്കിൽ ആ പാട്ട് പുള്ളിയുടെ പോലെ പാടാം. നീ പാടൂ. പിന്നെ ഞാൻ പുള്ളിയുടെ എന്തോരം പാട്ടുകൾ ഗാനമേളയ്ക്ക് വേദി പാടിയിരിക്കുന്നു. പിന്നെ അപ്പൊ ഈ പുള്ളി ഒരു ശ്വാസം പിടിച്ചൊരു പാട്ട് പാടില്ല, മറ്റേ മണ്ണിലുണ്ടാക്കാതെ. ഈ ആൾക്കാർ എന്നോട് എപ്പോ കണ്ടാലും ഈ പാട്ട് പാടുന്നു പറയും. അത് കാരണം ഞാൻ എഴുതി പോക്കറ്റ് ഇട്ടുണ്ട് അടക്കം. വെണ്ണിലാവും പൊന്നിനതിയും കണ്ണിയിൽ തുണയിன்றി എന്നെ സുഖം എന്നെ പടയ്ക്കും പൊന്മണി സുഖമിன்றി സന്താനവും സംഘത്താമിഴും തെങ്കിടും വസന്തവും സന്ധി വേറും പൊങ്കുമാമൃതം പങ്കിടും കുമുദവും സന്ധി മകളരുകിൽ ഇരുന്താൽ സുവയ്ക്കും കണ്ണിത്തുണയിരുന്നാൽ മുഴുതും കസക്കും വഴിയിനിൽ മൊഴിയിനിൽ നടയിനിൽ ഉടയിനിൽ അതിശയ സുഖം തരും മടങ്ങിവൾ പിറപ്പത് താൻ. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഒരു വഴി കിടക്കുമ്പോ പുറകിൽ വിളിക്കരുത്. പച്ചക്കറിയല്ലേ, പാട്ടിച്ചോട്ട് വരാം. മണ്ണിൽ ഇன்று കാതലன்றി യാറും വാഴ്കൾ കൂടുമോ. എങ്ങനെയുണ്ട്? അതാ ഞാൻ പറയാ, ഈ പാട്ട് ഞാൻ തന്നെ പാടിക്കോളാം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് സിറ്റുവേഷൻ വെച്ചിട്ട് വേണം നമ്മൾ ഈ ആൽബം ചെയ്യേണ്ടത്. ഏതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ? പറയൂ. ആൽബത്തിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയില്ലാത്തൊരു കുട്ടി. ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. അച്ഛനും അമ്മയില്ലാത്ത പിള്ളേരുണ്ടാകുന്ന കാലഘട്ടമല്ല ഇത്. കുഞ്ഞ് നല്ല അച്ഛനമ്മയും മരിച്ചു പോയൊരു കൊച്ച്. അയ്യോ, അനാഥയായ പെൺകുട്ടി. അത് പറയാ. ഈ കുഞ്ഞിനെ പിന്നെ വളർത്തിയത് അവർക്കുള്ള മാമനാണ്. മാമൻ എന്ന് പറഞ്ഞാൽ വിതുരയിലാണ് താമസിക്കുന്നത്. വിതുരയിലുള്ള മാമനാണ്. അപ്പൊ ഈ മാമ ഇടയ്ക്ക് വെച്ച് നാട് വിട്ടുപോയി. കുറച്ചു കാലം കഴിഞ്ഞ് മാമൻ തിരിച്ചു വരുമ്പോൾ അതൊക്കെ തുറന്ന് നോക്കുമ്പോൾ മാമൻ ഞെട്ടി. ആരെയും പൊടിക്കൊച്ചു വളർന്ന് വലിയ കൊച്ചായി. അങ്ങനെ ഈ കൊച്ചിനെ കണ്ടപ്പോൾ മാമന്റെ ഉള്ളിൽ സങ്കടവും സന്തോഷവും എല്ലാം കൂടെ ഒരുമിച്ച് അലതള്ളി പുറത്തേക്ക് വരുന്ന സിറ്റുവേഷൻ. ആദ്യം നമ്മൾ ഈ ക്യാമറ ഈ നായികയുടെ മുഖത്ത് വെക്കും. മുഖത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ പാൻ ചെയ്ത് നമ്മൾ നേരെ മാമന്റെ മുഖത്തേക്ക് പോകണം. വേണ്ട, ഇവിടെ തന്നെ ഇരുന്നോട്ടെ, ഇതാ നല്ല രസം. എനിക്ക് തീരെ വയ്യാടേ. നീ ക്യാമറ ഉണ്ടാക്കാൻ വന്നേ. ക്യാമറ ചെയ്തോളാം. ഞാൻ ക്യാമറ ഈ നായികയുടെ മുഖത്തുനിന്ന് പോയി പാൻ ചെയ്ത് പോന്നു. ഒരു ഹമ്മിങ്ങോടുകൂടി പോന്നു. മാമന്റെ മുഖത്ത് മാമനെ ബൂസ്റ്റ് ചെയ്ത് മാമന്റെ മുഖത്തെത്തി മാമനെ ബൂസ്റ്റ് ചെയ്ത് പാടിക്കോ. ഇതിലുള്ളൊരു രവിമാമൻ അരിവാങ്ങാനായി വരി നിന്നു, വരി കിട്ടാതെ രവിമാമൻ തിരിവാങ്ങിച്ചു തിരികെ പോയി. ഇതിലുള്ളൊരു രവിമാമൻ അരിവാങ്ങാനായി വരി നിന്നു, വരി കിട്ടാതെ രവിമാമൻ തിരിവാങ്ങിച്ചു തിരികെ പോയി. തിരിവാങ്ങിച്ചു തിരികെ പോയി. തിരിവാങ്ങിച്ചു തിരികെ പോ. എങ്ങനെയുണ്ട്? ഈ രവിമാമന്റെ അരി ഉണ്ടാക്കാൻ വന്നേന്നോ ഇവിടെ? രവിമാന്റെ തിരി വായിലിട്ട് കത്തിക്കണം പറഞ്ഞു കേട്ടോ. നീ ആവശ്യമില്ല അതൊന്നും നോക്കടിക്കല. ഇറങ്ങി വാടി ചാട്ട്. നിന്റെ പാട്ട് വേണ്ട പുല്ലും വേണ്ട. വാ. കരിനീല കണ്ണുള്ള പെണ്ണേ, നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. കരിനീല കണ്ണുള്ള പെണ്ണേ, നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. അറിയാത്ത ഭാഷയിലെങ്ങോ കുളിരളകങ്ങൾ എന്നോട് ചൊല്ലി. കരിനീല കണ്ണുള്ള പെണ്ണേ. അടിക്കല്ലേ? അറിഞ്ഞില്ല, ഇത്രയും ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞില്ല. എന്നോടാരും പറഞ്ഞതുമില്ല. ഞാൻ ആരോട്ട് കാണിക്കാറുമില്ല. ആവശ്യവും സന്ദർഭം വരുമ്പോ മാത്രമേ ഞാൻ ഇത് പുറത്തെടുക്കാറുള്ളൂ. എന്റെ പൊന്നെണ്ണ നമിച്ചു കേട്ടോ. അസാധ്യപ്പെട്ട സ്വരമാണ് നിങ്ങളെ. ഭയങ്കര ഭംഗിയുള്ള സ്വരമാണ് നിങ്ങൾ. ഇല്ലേ? പോയേക്കാം അവിടെ.
സ്വരം നന്നെന്ന് പറയുമ്പോ ഇയാളൊക്കെ പറക്കേണ്ടതിനാണ്. എന്റെ കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട് സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്തിയിട്ട് പോകണം. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ട്യൂൺ വെച്ച് നമുക്ക് ആൽബം അങ്ങ് സെറ്റ് ചെയ്യാം. ഇതുപോലത്തെ ട്യൂൺ വെച്ച് ആൽബം സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണേ ഇത് തന്നെ എടുത്ത ആൽബം ചെയ്താൽ പോരെ? യോ റൈറ്റ്സ് വിഷയാവും. കുഴപ്പമില്ല, ഞാൻ വായ്പാട്ട് പാടി അഡ്ജസ്റ്റ് ചെയ്തോളാം. ഉറപ്പാണ്. പിന്നല്ലാണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ആൽബത്തിനകത്ത് എന്റെ ഭാര്യ നായിക. അടിപൊളി. ഇനി ഒരു നായകനെ തപ്പട്ടെ ഒന്ന് വിളിക്കട്ടെ. സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തെണ്ടി നടപ്പൂ. ഈ ആൽബം മാത്രമല്ല പരസ്യം ട്യൂൺ ചെയ്യൂല. അയ്യോ, പരസ്യം ട്യൂൺ ചെയ്യുന്നതല്ല. ഇതുപോലൊരു നായകൻ ഈ വീട്ടിൽ വെച്ചിട്ട് പിന്നെ നാട്ടിൽ നായകനെ തപ്പി നടക്കേണ്ട കാര്യമല്ലാണെന്ന്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ.